കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മുങ്ങി ഒരു അപകടമുണ്ടായി. ഒരാളെ കാണാതായി എന്നാണ് സംശയം. ഒരാളെ രക്ഷപ്പെടുത്തി. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കണ്ണനായരുടെ വിവരങ്ങളുമായി. കണ്ണനായർ, ഇത് എപ്പോഴാണ് സംഭവം? തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? കൊല്ലത്താണ് സംഭവം. വള്ളം മുങ്ങി ഒരാളെ കാണാതായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. കൊല്ലത്താണ് മത്സ്യബന്ധനത്തിനിടെയാണ് വള്ളം മുങ്ങിപ്പോയത്. കണ്ണൻ, പറയൂ, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? മോത്തി, തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 6:40 കൂടിയാണ് ഈ വള്ളം നമുക്കിപ്പോൾ കാണുന്ന തങ്കശ്ശേരി ഭാഗത്ത് മറിഞ്ഞത്. 2 പേരായിരുന്നു വള്ളത്തിലുള്ളത്. ചെറിയ വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി പോയവരാണ്. നല്ല രീതിയിലുള്ള തിരയുണ്ടായിരുന്നു. ആ സമയത്ത് വള്ളം മറിയുകയാണ്. ഈ ബോട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ പാറയും മറ്റ് സാമഗ്രികളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്കകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ആ താഴെ എത്തിയ വലം മുറിച്ച് ആ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോർട്ടുകല സ്വദേശിയാണ്. സിറിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഉള്ളത്. ഇവിടെ രാവിലെ പ്രഭാത സവാരിക്ക് വരുന്ന ആൾക്കാരുണ്ട്, നടത്തുന്നതിന് വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് ആദ്യം കണ്ടത്. ആൾക്കാരെ നമ്മുടെ പോട്ടെ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ 6:40 ഞങ്ങൾ 4-5 പേര് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയ ഉടനെ ഒരു ബഹളം കേൾക്കുന്നു. നോർമലി മീൻ പിടിക്കുന്ന സമയത്തുള്ള ബഹളമാണ്. അതെ, അപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയ ഉടനെ കാണുന്നത് ഒരാൾ കിടന്ന് ബഹളം വെക്കുന്നതാണ്. 2 പേരെ, എനിക്ക് 3 പേരായിട്ട് തോന്നി, പക്ഷേ 2 പേരുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത്. 2 പേരെ, ഒരാൾ കരയ്ക്ക് നീന്തി വരികയാണ്, ഒരാൾ കിടന്ന് ബഹളം വയ്ക്കുന്നത്. പെട്ടെന്ന് നോക്കിയ ഉടനെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ 4 പേര് മുകളിലോട്ട് കയറി. 4 പേര് കയറി പാറയുടെ പുറത്ത് കയറിയിട്ട് ബഹളം വെച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, രക്ഷപ്പെട്ട ആൾ പ്രദേശവാസിയാണോ? ഇവിടെയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ മറ്റേ ആൾ വിളിക്കുന്നത് ജോയ്സ എന്നുള്ള വിളിയാണ് ഞങ്ങൾ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു പറഞ്ഞു. കോസ്റ്റ് ഗാർഡ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ അജിത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് ലേറ്റായി. ഒരു 5 മിനിറ്റോടെ മുമ്പ് എത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അയാളെ കൂടെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കാരണം അയാൾ നീന്തി കരയ്ക്ക് വരികയായിരുന്നു. അവർ ലേറ്റായി വന്നപ്പോൾ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഈ വള്ളക്കാരുടെ നമ്പർ ഉണ്ടോ, രജിസ്ട്രേഷൻ നമ്പർ. നമ്മൾ കരയ്ക്ക് നമുക്ക് എവിടെ നിന്നാണ് നമ്പർ കിട്ടുക? അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കരയ്ക്ക് വന്ന ആൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ആളൊക്കെ തന്നു. പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ പൊതുവെ അത്ര സാധാരണ ഉള്ളതെന്നും ശകല വ്യത്യാസമുണ്ട്. അതായത് മൊത്തം 6:40 കൂടിയാണ് സംഭവം ഉണ്ടായത്. ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച വ്യക്തികൾ അവർ കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചതാണ്. ആ സമയത്ത് കൃത്യമായിട്ട് അല്പസമയം കൂടി നേരത്തെ കോസ്റ്റ് ഗാർഡ് എത്തിയിരുന്നെങ്കിൽ ഈ 2ാമത്തെ ആളെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഈ വലിയ ഒരു ബോട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുവള്ളങ്ങൾ, മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങളുണ്ട്. ഇപ്പോൾ തീരദേശ സേനയുടെയും കോസ്റ്റൽ പോലീസിൻ്റെയും ബോട്ടുണ്ട്. ആ ബോട്ടിലൊക്കെ എത്തിയ ആൾക്കാർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധൻ താഴേക്ക് കടലിലേക്ക് ഇറങ്ങി വലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ ആ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളിനെ വല മുറിച്ച് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:40 കൂടിയാണ് തങ്കശ്ശേരി പോർട്ട് ഭാഗത്ത് ഇത്തരത്തിൽ ശിവാളിന് സമീപത്ത് അപകടമുണ്ടായത്. മത്സ്യബന്ധനത്തിനായി രാവിലെ പോയ ആൾക്കാരാണ്. അവിടെ വലിയ രീതിയിലുള്ള കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് അപകടം ഉണ്ടായത്. ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധനകൾ എങ്ങാനും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വച്ചിരുന്നോ? ഇവർക്ക് കടലിൽ പോകുന്നതിനുള്ള തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഇവിടെ ഇന്ന് കൊല്ലം ജില്ലയിൽ കാലാവസ്ഥ നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ കാഠിന്യമോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓറഞ്ച് അലർട്ടോ യെല്ലോ അലർട്ടോ ഒന്നും തന്നെ ഇല്ല. പച്ച അലർട്ടാണുള്ളത്. മഴയടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളും മത്സ്യബന്ധനത്തിന് ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ കടൽ അല്പ രീതിയിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ സമയത്ത് വള്ളം മറിഞ്ഞതാകാം. സാധാരണ അങ്ങനെ ഒരു അപകടം നടക്കുന്ന ഒരു മേഖലയല്ല ഇത്. പക്ഷേ ഇന്ന് പ്രതീക്ഷിതമായിട്ട് അപകടമാണ്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. സിറിൽ എന്ന് പറയുന്ന ഒരു പോർട്ടുകല സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബേബിസൺ എന്ന് പറയുന്ന 2ാമത്തെ ആളിനെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടുണ്ട്. വലിയ ബോട്ട് ഇവിടേക്ക് എത്തി തീരദേശ സേനയുടെ ബോട്ടടക്കം എത്തി ഇവിടെ പരിശോധനകൾ തുടരുകയാണ്.